എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് റൈസ് റെസിപ്പി സീരീസിലെ മൂന്നാമത്തെ റൈസാണ്. ഈസി പ്രോൺസ് റൈസ് അല്ലെങ്കിൽ ചെമ്മീൻ ചോറ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചെമ്മീൻ ചോറ് തയ്യാറാക്കാൻ വേണ്ടി നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ബോയിൽഡ് റൈസാണ് എടുക്കുന്നത്. നിങ്ങൾ ഏത് റൈസാണോ കഴിക്കുന്നത് ആ റൈസ് നമുക്ക് എടുക്കാവുന്നതാണ്. പാൻ ചൂടാക്കി അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 4-5 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 4-5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ കീപ്പ് ചെയ്യാം. ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർക്കാം. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മതി. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വലിയ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഒരു 6-7 എണ്ണം മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഈ ഒരു റൈസ് ഒരാൾക്ക് സെർവ് ചെയ്യുന്ന കണക്കിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ചെമ്മീൻ ചേർത്തത്. ചെമ്മീൻ ചേർക്കും തോറും റൈസിന് ടേസ്റ്റ് കൂടി വരും. അപ്പോൾ നിങ്ങൾ എത്രയാണ് അളവ് അതനുസരിച്ച് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ചെമ്മീൻ വേവാൻ ഒരു 5 മിനിറ്റിൽ കൂടുതൽ എടുക്കും. ചെറിയ തീയിൽ മാത്രം വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. തീ കൂട്ടിയിട്ടാൽ കരിഞ്ഞു പോയിട്ട് വേറൊരു ടേസ്റ്റായി കിട്ടും. ചെറിയ തീയിൽ വെച്ച് ചെമ്മീൻ നന്നായി വേവിച്ചെടുക്കണം. ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ എടുക്കും ഈ ചെമ്മീൻ നന്നായി വെന്ത് കിട്ടാൻ. ചെമ്മീൻ വെന്തോന്ന് അറിയാൻ സ്പാറ്റുല കൊണ്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി. അത് രണ്ടാവുന്നുണ്ടെങ്കിൽ ചെമ്മീൻ വെന്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് സാധാരണ ചോറാണ്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന കുത്തരി ചോറാണ്. ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം. നിങ്ങളുടെ വീട്ടിൽ ഏത് റൈസാണോ എടുക്കുന്നത് ആ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ കുത്തരി ഇട്ട് എടുക്കുമ്പോഴാണ്. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് ആവി കയറ്റിയെടുക്കുക. അപ്പോഴേക്കും ചോറിനും നന്നായിട്ട് ആ ഒരു ചെമ്മീനിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു ചോറിലേക്ക് വേറെ മസാലകളും ഗരം മസാലയൊന്നും ചേർക്കാത്തത് ആ ഒരു റൈസിന് ചെമ്മീൻ്റെ ടേസ്റ്റ് ഒന്നും മുന്തി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെയാണ് ഈ റൈസിൻ്റെ ടേസ്റ്റിൻ്റെ രഹസ്യവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. കറിയൊന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ സ്കൂളിലും ഓഫീസിലൊക്കെ കൊണ്ടുപോകാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.